10 കൊല്ലത്തെ പ്രണയ സഹായ പാരമ്പര്യമുള്ള ഈ റോമിയോ ചാക്കോയുടെ യാതൊരുവിധ ഉപദേശമോ സഹായമോ ഇല്ലാതെ സ്വന്തം കഴിവിൽ ഈ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് ലൈൻ ഇടിച്ച് രാജീവ് മേനോൻ എന്ന ഈ സുന്ദരനായ ചെറുപ്പക്കാരൻ വളച്ചെടുത്തതിന്റെ സന്തോഷം ആഘോഷിക്കാനായി വോഡ്ക പത്രോസ് സമ്മാനിച്ച ഈ വോഡ്ക ഒരു സിപ്പ് എടുത്തുകൊണ്ട് ഞാൻ ഈ പ്രണയ മദ്യപാന സദസ്സ് പ്രണയപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനം ഇരുന്ന് പറഞ്ഞാലും മതി, ഞങ്ങൾ ക്ഷമിച്ചോളാം. 10-20 കൊല്ലമായി നമ്മുടെ കോളേജിലെ അറ്റൻഡർ എന്ന നിലയിൽ എത്രയോ പ്രണയങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. ഓരോ കൊല്ലവും ശരാശരി ഒരു 50 പ്രേമമെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ 49 എണ്ണവും ഇതുപോലെ ചീറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇത് നടക്കും, നടന്നേ ഒക്കൂ, അല്ലെങ്കിൽ നമ്മൾ നടത്തും. നന്നായിട്ട് വിശക്കുന്നു പത്രോച്ചായ. നിനക്ക് എപ്പോഴാണ് വേക്കാത്തത്? കടിക്കാനെങ്കിലും ഒന്നുമില്ലേ പത്രോച്ചായ? സ്വന്തം കയ്യങ്ങ് കടിച്ചോണ്ടാ മതി. പറ്റായിട്ട് തന്നാ മതി. അല്ല ചോറായിട്ട് തരാം. നീയൊക്കെ കൂടെ പറ്റി എന്നെ ക്യാൻറ്റീൻ പൂട്ടാറായി. പത്രോച്ചായ, വിദ്യാർത്ഥികളുടെ ഈ പറ്റായിട്ടുള്ള ആഘോഷമല്ലാതെ ഒരധ്യാപകന്റെ രൊക്കം കാശ് നിന്നുള്ള ആഘോഷം അധികം താമസിയാതെ ഇതേ വേദിയിൽ നമ്മളെല്ലാരും കൂടി നടത്തും. എനിക്ക് നാണമാകുന്നു. പുരുഷ സൗന്ദര്യത്തിന്റെ തികവും കായിക ലോകത്തിന്റെ രോമാഞ്ചവുമായ ഈ മാച്ചോ മസൽമാൻ ഒളിമ്പ്യനെ നമ്മുടെ കോളേജിലെ സുന്ദരിയായ ഒരു ടീച്ചർ ഹൃദയപൂർവ്വം പ്രണയിക്കുന്നു എന്ന പരമ രഹസ്യം ഞാൻ ഈ വേദിക്ക് മുന്നിൽ മാത്രം അഭിമാനപൂർവ്വം പരസ്യമാക്കുകയാണ്. ആരെന്നായിരിക്കും? അത് മറ്റാരുമല്ല, നമ്മുടെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലെ വാസന്തി ടീച്ചർ. പിന്നെ ഒരു കാര്യം, ഈ പ്രണയം പുഷ്പിക്കുന്നത് വരെ ഈ രഹസ്യം പരസ്യമാക്കാതെ രഹസ്യമാക്കി തന്നെ വയ്ക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ? ലോങ് ലിവ് ലവ്. ഊറ്റി അടി അനിയ. വെള്ളമടിച്ചാ ഫിറ്റാവണം, ഫിറ്റായ പഞ്ഞിയെ വിളിക്കണം. ഹലോ, ഫാദർ പഞ്ഞിമേലല്ലേ? അതെ. ഞാൻ അച്ഛന്റെ കോളേജിലെ ഒരു ആരാധകയാണ്. ആരാധികയോ? ആരാധിക്കേണ്ടത് കർത്താവിനെയാണ്, എന്നെയല്ല. ഞാനൊരു പുരോഹിതനാണ്. ഞാൻ പുരോഹിതനായ അങ്ങയെ തന്നെയാണ് ആരാധിക്കുന്നത്. കുട്ടി ആരാണ്? എവിടുന്നാ വിളിക്കുന്നത്? അതൊന്നും പറയില്ല. അച്ഛൻ രാവിലെ ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് വരുമ്പോഴുള്ള ആ വാഗവരമില്ലേ, അവിടെ നിൽക്കണം. ഞാൻ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് മീറ്റ് ചെയ്ത് കൊള്ളാം. താങ്ക് യു ഫാദർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ കർത്താവേ, നിന്നെ സാത്താൻ 3 പ്രാവശ്യം നേരിട്ട് പരീക്ഷിച്ചു. നീ വീണില്ല. ഞാൻ വലിയ കർത്താവൊന്നും അല്ലെങ്കിലും ഞാനും വീഴില്ല. വീഴാണ്ടിരുന്നാ മതി. അച്ചോ, എന്താ അച്ചോ പതിവില്ലാതെ വാഗമരച്ചോട്ടിൽ? എടാ തോമേ, ഇവിടെ നല്ല കാറ്റാ. കുറച്ചു നേരം ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് ഫ്രഷ് ആകാന്ന് വിചാരിച്ചു. എന്നാ ഞാനും കൂടി ഒന്ന് കാറ്റ് കൊള്ളട്ടെ അച്ചോ? അത് വേണ്ട, എനിക്ക് കാറ്റ് കൊള്ളുമ്പോ ഒറ്റയ്ക്ക് നിന്ന് കാറ്റ് കൊള്ളണം. എന്നാലേ ആ കാറ്റ് ആസ്വദിക്കാൻ പറ്റൂ. ശരി അച്ചോ, നില്ല്. ആ. ഇപ്പൊ ഒരു നല്ല കാറ്റ് വരും. വരട്ടെ വരട്ടെ, നീ പോയി പഠിക്ക്. ചെല്ല് ചെല്ല്. കുട്ടി എവിടെ പോയി കിടക്കുന്നു? ഫാദർ പഞ്ഞുമല തിരക്കുന്നു. എന്താ കാര്യം? കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ആ വാഗവരച്ചോട്ട് നിൽപ്പുണ്ട്. പിന്നെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണം. വിഷ് ചെയ്തില്ലെങ്കിൽ അച്ഛന് ദേഷ്യം വരും. ഓക്കെ? സംഗതി ഏറ്റു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്താ ഇന്ന് പതിവില്ലാതെ വാഗമരച്ചോട്ടിൽ? അതെ, ഇത് ഇന്നലെ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചൊരു വാഗത്തയ്യ. പെട്ടെന്നൊരു രാത്രി കൊണ്ട് പടർന്ന് പന്തലിച്ച. നീ എവിടെ നിക്ക്? ഇതിന്റെ ചോട്ടിൽ നിന്ന് കുറച്ചു നേരം കാറ്റ് കൊള്ളാന്ന് വിചാരിച്ചു. എന്താ നിനക്ക് കാറ്റ് കൊള്ളണോ? എന്താ നിന്റെ കാറ്റ് പോണോ? എന്നാ ചെല്ലേ. രക്ഷപ്പെട്ടാ മതി ദൈവം. എന്തുമാത്രം കാര്യങ്ങളാണ് ആൾക്കാരെ അന്വേഷിക്കണേ. ഒരച്ഛന് വാഗമരത്തിന് ചോട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ വാഗമര അച്ഛനെ ബലാത്സംഗം ചെയ്യോ? ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്താ പേര്? മൃണാളിനി. മൃണാളിനി പോയി പഠിക്കേട്ടാ. എന്റെ ഈശോ, നിന്നെ എത്ര ഡീസന്റ് ആയിട്ടാണ് സാത്താൻ പരീക്ഷിച്ചത്.
ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി. വാഗമരം വെച്ച് പിടിപ്പിച്ചവന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. ആ, അച്ചോ, ഞാൻ ഇന്നലെ ഒരു തുണിക്കടയിൽ കയറി. റെഡിമെയ്ഡ് മുകളിലായതുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറി. മുകളിൽ ആരുമില്ല. സമയമാണെങ്കിൽ ഇരുട്ടി വരുന്നു. ലൈറ്റ് ഇട്ടിട്ടുമില്ല. ആ അരണ്ട വെളിച്ചത്തിൽ ഞാൻ നോക്കിയപ്പോൾ സുന്ദരിയായൊരു സ്ത്രീ മുകളിലത്തെ ഗ്ലാസ്സിലൂടെ താഴേക്ക് നോക്കി നിൽക്കുന്നു. എന്നിട്ട് അടുത്തു ചെന്ന് ചെറുതായിട്ട് ശരീരത്തിലൊന്നു തൊട്ടു. തൊട്ടില്ല. തൊട്ടു. തൊട്ടില്ല. തൊട്ടു. തൊട്ടില്ല. എന്നിട്ട് അപ്പോഴേക്കും ലൈറ്റ് ഇട്ടു. ഉടൻ തന്നെ ലൈറ്റും പോയി. പവർ കട്ട്. നന്നായി, ജനറേറ്റർ അടിക്കുന്നതിന്റെ ശബ്ദം കേൾക്കാം, പക്ഷെ സ്റ്റാർട്ട് ആകുന്നില്ല. വളരെ നന്നായി. ഞാൻ പതിയെ പുറകിലൂടെ കൈ അവളുടെ ശരീരത്തിൽ തൊട്ടു. തൊട്ടില്ല. തൊട്ടു. തൊട്ടില്ല. തൊട്ടു. വർണ്ണിക്കാണ്ട് കാര്യം പറയടാ. എന്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് ഞാൻ ആ സ്ത്രീയെ കയറി പിടിച്ചു. അപ്പോഴേക്കും ജനറേറ്റർ ഓണായി, ലൈറ്റ് വന്നു. ആ സ്ത്രീ എന്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി താഴേക്ക് വീണു. അതൊരു സാരി ഉടിപ്പിച്ച ബൊമ്മയായിരുന്നച്ചോ. നശിപ്പിച്ചു. ബൊമ്മയല്ലായിരുന്നെങ്കിലോ? അങ്ങനെ ഒരു പാപം എന്റെ മനസ്സിൽ അങ്കുരിച്ചു എന്ന വേദനയിൽ ഞാൻ ബാറിൽ കയറി മദ്യപിച്ചു. മദ്യപിച്ചപ്പോൾ അച്ഛനെ എനിക്ക് വിളിക്കാൻ തോന്നി. ആ പെണ്ണിന്റെ സ്വരത്തിൽ വിളിച്ചത് ഞാനാണച്ചോ. ഇതൊരു കുമ്പസാരക്കൂടായി പോയി. ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ ചെപ്പക്കുറ്റി ഞാൻ പൊന്നാക്കി എന്നെ. ഈശോമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഈയിടെ സ്റ്റാർ തിയേറ്ററിൽ ഒരു ഇംഗ്ലീഷ് പടം കാണാൻ പോയിന്ന് കേട്ടല്ലോ. കേട്ടല്ലേ ഉള്ളൂ, കണ്ടില്ലല്ലോ. കണ്ടുമില്ല, ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. അതെ, കോളേജിലൊക്കെ പാട്ടാ. അതെ, നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ധാരാളം കുട്ടികൾ സെക്സ് പടം കാണാൻ പോകുന്നുണ്ടെന്ന് ഒരു കംപ്ലൈന്റ് കിട്ടി. എന്നിട്ട് കണ്ടുപിടിച്ചോ അച്ഛോ? കുറച്ചു പേരെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇന്റർവെല്ലിൽ ഞാൻ ഇങ്ങോട്ട് പോന്നു. അതെ, അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. പിന്നെ എങ്ങനെയാ നീ കേട്ടത്? ഫുൾ പടം കണ്ടതാ ഞാൻ കേട്ടത്. ഇന്റർവെല്ലിൽ ഞാൻ പുറത്തേക്ക് വന്നു, ഒരു സോഡ കുടിച്ചു, വീണ്ടും ഞാൻ അകത്തേക്ക് കയറി. അതെന്തിന്? ഫുൾ പടം കാണുന്നത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ ഒരു ഫുൾ പടം കാണേണ്ട ഗതികേട് വന്നു. അതെ അച്ഛോ, പടം കൊള്ളാം. നീ എന്നെ പോലെ കല്യാണം കഴിക്കാത്തവനല്ലേ? പോയി പടം കാണാൻ. നമുക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ. അച്ഛനെ കണ്ട ഉടനെ ഞാൻ സ്തുതി പറഞ്ഞു ആവോ? നീ ഒരു പ്രാവശ്യം സ്തുതി പറഞ്ഞൂടാ പട്ടി, ഓവറാക്കല്ലേ. പറ്റിച്ചു തോന്നുന്നേ. ചെറുത് കയ്യിലെ കാര്യം മുടക്കി പോയി. എന്താണത്? എത്ര നേരം ഞാനോട് വീർപ്പൂട്ടിക്കണമെന്ന് അറിയാം അറിയാമേ. ആഹാ, നീ തരുന്ന ഞൊട്ടയ്ക്ക് കുറച്ച് വീർപ്പുമുട്ടേണ്ടി വരും. പിന്നൊരു കാര്യം, കോളേജ് ഹോസ്റ്റലിൽ എത്തുമ്പോൾ അച്ഛനെ കണ്ട് മുട്ടുകൂട്ടിയിടിക്കാൻ നിൽക്കരുത്. സ്ട്രോങ് ആയിട്ട് നിന്നോളാം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അച്ഛനെ അല്ല, മെത്രാനെ കണ്ടാലും ഈ മറിയാമ്മയുടെ മുട്ട് കൂട്ടിയിടിക്കില്ല. മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലും എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിലും കേറി ഇറങ്ങുന്നുള്ള ഈ ഹോസ്റ്റൽ മറിയാമ്മ. പിന്നെ നിന്റെ ഒരു ഊപ്പ കോളേജ് ഹോസ്റ്റൽ. വണ്ടി എടുക്കടാ. നാഷണൽ പെർമിറ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. വിട് വിട്. കുറക്കില്ലേ മനുഷ്യനെ ചുറ്റിക്കാൻ? ധൈര്യമായിട്ട് നടന്നാൽ മതി, ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. അവധിക്കാലമായ പിന്നെ ഒരു ഏകാന്തതയാ. വെറുതെ ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. ആ, ഈ പയ്യനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങോട്ട് മാറി നിക്ക. ഇങ്ങോട്ട് മാറി നിക്ക. ഇതാരാ? ഇതച്ഛൻ പരിചയപ്പെട്ടിരിക്കേണ്ട ആളാ. കഴിഞ്ഞ കൊല്ലം യൂണിവേഴ്സിറ്റി കോളേജിൽ MA ലിറ്ററേച്ചറിന്റെ റാങ്ക് ഹോൾഡറാ. ട്യൂഷൻ എടുക്കാന്ന് കരുതി കൊണ്ടുവന്നതാ. ഈ അവധിക്കാലം നന്നായിട്ട് അങ്ങ് പഠിച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ല കാര്യം. വെളുക്ക പഠിച്ചോ. ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി, കട്ടൻ കാപ്പി ഇട്ട് തരാം. അതെ അച്ചോ, ഇന്ന് ഉറക്കം മുളച്ച് ഇടക്കിടക്ക് കട്ടൻ കാപ്പിയും കുടിച്ച് വെളുക്ക അങ്ങ് ഇരിക്കാൻ പോവുക. ഈ സിലബസ് മുഴുവൻ ഇന്ന് ഞാൻ തീർക്കും അച്ചോ. വെരി ഗുഡ്. ആ, എന്താ കൂട്ടുകാരന്റെ പേര്? ജോർജ്. നിന്നോടല്ല ചോദിച്ചത്, ഇയാളോടാ. എന്താ പേര്? ജോർജ് വർഗീസ്. ആ, പേര് പറയാതിരുന്നതിന്റെ രഹസ്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. ദൈവം എല്ലാം കൂടി കൊടുക്കുവോ? ബുദ്ധിയും സൗന്ദര്യവും പ്ലസ് ആയി കൊടുത്തപ്പോ സൗണ്ട് ഇത്തിരി മൈനസ് ആയി പോയി. സാരില്ല. നിനക്ക് എന്തൊക്കെ അറിയാമോ അതൊക്കെ ഇവനെ പഠിപ്പിക്കാം. ഇവൻ ആളൊരു മണ്ടന. ആ, ഞാൻ ഏറ്റു. ഓ, അപ്പൊ രണ്ടുപേരും അകത്തേക്ക് ചെല്ല്. ആ, അങ്ങനെ ഒരു സൂപ്പർ ലോട്ടോ അടിച്ചു. ഞാൻ കലക്കും. കറുതരണേ മനസ്സിലെന്താണ് നിന്റെ ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് തോമ. എങ്ങനെയുണ്ടായിരുന്നു ട്യൂഷൻ?
പ്രോസും പോയിട്രിയും പൊണറ്റിസും ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് പഠിച്ചോ. മിക്കവാറും റാങ്ക് എനിക്ക് തന്നെ ആയിരിക്കും ഉറപ്പാണ്. മിടുക്കൻ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കണം. ആ ആ. പഞ്ഞിയച്ഛനെന്ന് വയറ് നിറയും. അറിയാമേ. അച്ചോ, ഞാൻ ഇന്നലെ ട്യൂഷൻ മാസ്റ്റർ ആണെന്ന് പറഞ്ഞ് രാത്രിയിൽ ബൈക്കിന്റെ പുറകിലിരുത്തി ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്നില്ലേ? വാ. അതൊരു പെണ്ണായിരുന്നു അച്ചോ. ഹോസ്റ്റലിലൊക്കെ കേറി ഇറങ്ങി നടക്കണ ഹോസ്റ്റൽ മറിയാമ്മ. അപ്പൊ നീ എന്നെ ചതിച്ചു അല്ലടാ തോമ. എന്റെ കർത്താവേ, കുമ്പസാര രഹസ്യം പുറത്തു പറയാനും പാടില്ലല്ലോ. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നല്ല കോളേജിൽ നിന്ന് നിന്നെ പുറത്താക്കിയെന്നെ.